പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കേരള PSCയിൽ 10th ലെവൽ തൊട്ട് ഇനി വരാൻ പോകുന്ന നമ്മൾ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ 2024 ജനുവരി മാസം മുതൽ നമ്മുടെ 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു പീരീഡ് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സും അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷയ്ക്കും എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ മൊത്തമായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ട് കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആരാണ്? അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആരെന്നാണ് ചോദ്യം. അരുൺ യോഗിരാജാണ് കേട്ടോ. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആരാണ്? അരുൺ യോഗിരാജാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന അയോധ്യയുടെ ഈ പറയുന്ന ശ്രീരാമക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. അപ്പൊ ഈ ശ്രീരാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നമുക്കറിയാം, നരേന്ദ്രമോദിയാണ്. ഈ ശ്രീരാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 22 ജനുവരിയിലാണ് കേട്ടോ. 22 ജനുവരി 2024 ഈ പറയുന്ന ശ്രീരാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ പറയുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ, അതിന്റെ ലൊക്കേഷൻ ചോദിച്ചാൽ നിങ്ങൾ ഏത് സംസ്ഥാനത്തിലാണുള്ളത്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ രാമജന്മഭൂമി അയോധ്യയിലാണ് എന്തുള്ളത്? ഈ പറയുന്ന ശ്രീരാമക്ഷേത്രം ഉള്ളത്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ രാമജന്മഭൂമി അയോധ്യയിലാണ് ഈ പറയുന്ന ശ്രീരാമക്ഷേത്രം ഉള്ളത്. ഏത് നദിയുടെ അടുത്താണ് ഈ പറയുന്ന ശ്രീരാമക്ഷേത്രം ഉള്ളത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് നദിയാണെന്ന് അറിയാമോ? സരയൂ നദിയാണ് കേട്ടോ. സരയൂ നദിയുടെ അടുത്താണ് ശ്രീരാമക്ഷേത്രം. ഏത് നദിയുടെയാണ്? സരയൂ നദിയുടെ അടുത്താണ്. എന്നാൽ ഞാൻ പറഞ്ഞു, ഈ ഉദ്ഘാടനം ചെയ്തത് 22 ജനുവരി 2024 ഇതിന്റെ തറക്കല്ലിട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ, തറക്കല്ലിട്ടത് 5 ഓഗസ്റ്റിനാണ് കേട്ടോ. 5 ഓഗസ്റ്റ് ഏത് വർഷമാണ്? 2020 തുടങ്ങിയ പണിയാണ്. 2020 ഓഗസ്റ്റ് 5 തുടങ്ങിയ പരിപാടി എന്നാണ് ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിക്കുന്നത്? 22 ജനുവരി 2024 ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ പണി തീരുന്നത് ആ സമയത്താണ്. ഓക്കെ, ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ആർക്കിടെക്ട് സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ശില്പവിദ്യയുടെ ആ ഒരു രൂപം ഏതാണെന്ന് ചോദിച്ചാൽ നാഗര എന്നാണ് അതിന്റെ ഉത്തരം വരേണ്ടത്. എന്താണ്? നാഗര എന്ന് പറയുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഏത് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് അല്ലെങ്കിൽ ഏത് ശില്പവിദ്യയാണ് അല്ലെങ്കിൽ ശില്പരീതിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? നാഗര എന്ന് പറയുന്ന രീതിയിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, അരുൺ യോഗിരാജാണ് ഈ പറയുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹം ഉണ്ടാക്കിയത്. ആരാണ്? അരുൺ യോഗിരാജാണ് അല്ലെ. അരുൺ യോഗിരാജാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നമ്മുടെ അയോധ്യയില് ഒരു എയർപോർട്ട് ഉണ്ട്, ഒരു വിമാനത്താവളമുണ്ട്. എന്താണ് ആ വിമാനത്താവളത്തിന്റെ പേര്? ചോദ്യം മനസ്സിലായല്ലോ. എന്താണ്? അയോധ്യയിലെ വിമാനത്താവളത്തിന്റെ പേരെന്തെന്നാണ് ചോദ്യം. എന്താണ്? മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് കേട്ടോ. മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ഈ പറയുന്ന അയോധ്യയിലുള്ള ശ്രീരാമക്ഷേത്രത്തിന്റെ ആ ഒരു ലൊക്കേഷനിലുള്ള നമ്മുടെ എയർപോർട്ടിന്റെ പേരാണെന്ത്? മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ അല്ലേ? തൽക്കാലം ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ പറയുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അടുത്തിന് നമുക്ക് നോക്കാനുള്ള രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ട് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്തേക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാൻ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സാറ്റുകൾ, അതുപോലെ തന്നെ സൂപ്പർ നോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരെന്തെന്നാണ് ചോദ്യം. എന്താണ്? തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാനും ന്യൂട്രോൺ സ്റ്റാറുകളെ കുറിച്ച് പഠിക്കാനും സൂപ്പർ നോവകളെ കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരെന്താണ്? എക്സ്പോസാറ്റ് എന്നാണ് കേട്ടോ. എക്സ്പോസാറ്റ് എന്നാണ്. ഈ എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്താണ്? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് എക്സ്പോസാറ്റിന്റെ ഫുൾ ഫോം. എന്താണ്? എന്താണ്? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് കേട്ടോ. സാറ്റലൈറ്റ്. ഓക്കെ, സാറ്റലൈറ്റ് എന്നാണ്. അതാണ് നമ്മുടെ
ഈ പറഞ്ഞ എക്സ്പോസാറ്റിന്റെ ഫുൾ നെയിം ചോദിച്ചാൽ എന്താണ്? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് എക്സ്പോസാറ്റിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതിലൂടെ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, ഈ തമോഗർത്തം എന്ന് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ മാത്രമായിരിക്കും, എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനും. തമോഗർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ബ്ലാക്ക് ഹോൾ എന്നാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കാനും എക്സ്റേ തരംഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ISRO വിക്ഷേപിച്ച സാറ്റലൈറ്റ് ആണ് എന്ത്? എക്സ്പോസാറ്റ്. ഓക്കെ, എന്നാൽ ഈ പറയുന്ന ഉപയോഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും ന്യൂട്രോൺ സ്റ്റാറുകൾ, തമോഗർത്തം, എക്സ്റേ ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണെന്ന് അറിയാമോ? ആദ്യമായിട്ടൊരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് അത് അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണ്, USA അല്ലെ. അമേരിക്കയിലെ നാസയാണ് ആദ്യമായിട്ട് വിക്ഷേപിക്കുന്നത്. എന്നാൽ അങ്ങനെ അയക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണെന്ന് അറിയാമോ? ഈ പർപ്പസിന് വേണ്ടിയിട്ട് അയക്കുന്ന, അല്ലെങ്കിൽ ഈ തമോഗർത്തങ്ങളെ കുറിച്ചും എക്സ്റേസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സാറ്റലൈറ്റ് അയക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണെന്ന് അറിയാമോ? ഒരു പേടകം അയക്കുന്നത് അത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അമേരിക്കയും രണ്ടാമത്തത് ഇന്ത്യയുമാണ്. ഓക്കെ, ഈ പറയുന്ന എക്സ്പോസാറ്റിന് ഏകദേശം 469 കിലോഗ്രാം ആണ് അതിന്റെ വെയിറ്റ്. 469 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ഇതിന് 5 വർഷത്തെ കാലാവധിയാണ്. 5 വർഷത്തെ കാലാവധിയാണ് നമ്മുടെ ISRO പറയുന്നത് കേട്ടോ. 5 വർഷത്തെ കാലാവധിയാണ് ഇതിന്റെ ISRO പറയുന്നത്. അതുപോലെ വിക്ഷേപിച്ച ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ജനുവരി 1 എന്ത് ചെയ്യുന്നു? ഇത് വിക്ഷേപിക്കുന്നു. കൂടാതെ ഇത് വിക്ഷേപണ വാഹനം ചിലപ്പോൾ ചോദിക്കും. ഈ പറയുന്ന എക്സ്പോസാറ്റ് വിക്ഷേപിച്ച വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അത് PSLV ആണ്. PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ഏതാണ്? PSLV C58 ആണ് കേട്ടോ. C58 മാറരുത്. PSLV C58 എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന എക്സ്പോസാറ്റ് വിക്ഷേപിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സംശയമൊന്നുമില്ലല്ലോ. സെറ്റാണേ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം ഒരു 200ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സ്പീഡിൽ പോകണം. അപ്പോൾ ഇനി എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചോണം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ 2025 നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് നിലവിലിപ്പോൾ നമ്മുടെ CPOയുടെയും അതുപോലെ തന്നെ WCPOയുടെയൊക്കെ ഡ്രൈവറിന്റെ എക്സാം വരുന്നുണ്ട് അല്ലേ. ഡ്രൈവറിന്റെ എക്സാം വരുന്നുണ്ട്. അത് നേരത്തെ നമുക്ക് ഈ സ്ത്രീകൾക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ സ്ത്രീകളുടെ ഡ്രൈവറിന്റെ എക്സാം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിലവിലിപ്പോൾ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 ഫോഴ്സ് എക്സാംസ് ആയിട്ടുള്ള പോലീസ്, വിമൻ പോലീസ്, അതുപോലെ തന്നെ എക്സൈസ്, വിമൻ എക്സൈസ്, ഫയർഫോഴ്സിനകത്തുള്ള ഫയർമാൻ, ഫയർവുമൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇപ്പോൾ ഉണ്ടാകത്തില്ല. ഇനി അടുത്ത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എപ്പോഴാണോ? അപ്പോൾ ഇതിന് ഇത്രയും ഈ പറയുന്ന 4 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കമ്പൈൻഡ് ബാച്ചിന്റെ പേരാണ് ഫോഴ്സ് 2025. അപ്പോൾ ഈ പറയുന്ന ഫോഴ്സ് 2025 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, 9960969272. ഇത് വാട്സപ്പ് നമ്പറാണ്, കോൾ എനേബിൾഡ് നമ്പർ അല്ല കേട്ടോ. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. ഓക്കെ, ഫോഴ്സ് 2025 എന്നൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ എന്ത് ചെയ്യാം? ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഡീറ്റെയിൽസ് മറ്റൊന്നുമല്ല, 999 രൂപയാണ് പേയ്മെന്റ് ഇതേ നമ്പറിലേക്ക് അയച്ചതിന് ശേഷം ഇതേ നമ്പറിലേക്ക് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചാൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് ഈ പറയുന്ന ക്ലാസ്സുകളുടെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ, അതിൻ്റെയൊക്കെ നോട്ട്സ്, മെറ്റീരിയൽസ്, എക്സാം അടുപ്പിച്ചിട്ടുള്ള മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകൾ ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആദ്യത്തെ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്തത് ആര് തന്നെ ആയിരിക്കും? പ്രത്യേകിച്ച് ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും, നരേന്ദ്രമോദിയാണ് അല്ലെ. അപ്പൊ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആദ്യത്തെ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അടുത്തിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ ഉദ്ഘാടനം അല്ലെങ്കിൽ അത് സ്ഥാപിതമായത് എവിടെയാണ്? നല്ലൊരു ചോദ്യമാണേ. അടുത്തിടെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് എന്തുള്ളത്? പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സൈനിക സ്കൂൾ സ്ഥാപിതമാവുന്നത് ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അല്ലെങ്കിൽ നമുക്കത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വൃന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെ. അപ്പൊ വൃന്ദ എന്ന് പറയുന്ന പെൺകുട്ടി എവിടെയാണ്? നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഇന്ത്യൻ ആർമിയുടെ സ്കൂളിലാണ് വൃന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പഠിക്കുന്നത്. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് എന്ത് കിട്ടും? ലിങ്ക് കിട്ടും. അടുത്ത ചോദ്യം, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്?
അശോകനാണ് കേട്ടോ. ഡോക്ടർ VR അശോകനാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുന്നത് VR അശോകനാണ്. അപ്പൊ നമുക്കറിയാം അശോകൻ എന്ന് പറയുന്ന ഒരു രാജാവാണ് അല്ലെ, അദ്ദേഹം ഒരു രാജാവായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അദ്ദേഹം കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം യുദ്ധഭൂമി സന്ദർശിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ഈ പറയുന്ന ആൾക്കാരുടെ ഈ തലയില്ലാത്ത ശരീരവും കൈയില്ലാത്ത ശരീരവും ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു, അദ്ദേഹത്തിന് മാനസാന്തരം വന്ന ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ശ്രീബുദ്ധന്റെ പാതയിലേക്ക് തിരിയുന്നു അല്ലെ. അപ്പോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ യുദ്ധഭൂമിയിൽ ചെന്ന് ആൾക്കാരെയൊക്കെ ശുശ്രൂഷിക്കുന്നു അല്ലെ, അവിടുത്തെ ആൾക്കാരെയൊക്കെ പരിചരിക്കുന്നു. അപ്പൊ അദ്ദേഹം ഒരു മെഡിക്കൽ അസോസിയേഷന്റെ ആളിനെ പോലെയാണ് അവിടെ ഈ പറയുന്ന അശോക രാജാവ് ഒരു മെഡിക്കൽ അസോസിയേഷന്റെ ആളിനെ പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ യുദ്ധഭൂമിയിൽ ചെന്നിട്ട് അവിടുത്തെ ഭടന്മാരോട് പെരുമാറിയത്. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് പൊട്ടക്കോട് വേണമെങ്കിലും നമുക്ക് പറയാം, അത് നിങ്ങൾക്ക് ലിങ്ക് ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, മെഡിക്കൽ എന്ന് പറയുമ്പോൾ മരുന്ന് അല്ലേ, അശോക മഹാരാജാവ് അവിടുത്തെ പടയാളികൾക്ക് മരുന്ന് വെച്ച് കൊടുത്തു എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഡോക്ടർ RV അശോകനാണ്, ഡോക്ടർ RV അശോകനാണ്. അടുത്ത ചോദ്യം, ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. അപ്പോൾ ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ലൗലി സർവകലാശാലയാണ്, പഞ്ചാബിലാണ് കേട്ടോ. ലൗലി സർവകലാശാല പഞ്ചാബിലാണ് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി. അപ്പൊ നമുക്കറിയാം സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൗലി ആയിട്ടുള്ള വിഷയമാണല്ലോ, ഭയങ്കര നന്നായിട്ട് നമുക്ക് സ്നേഹിച്ച് പഠിക്കാൻ പറ്റിയ ഒരു വിഷയമാണെന്ത്? സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചാലും മതി. അപ്പോൾ 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെയാണ് കേട്ടോ. അപ്പൊ സയൻസ് കോൺഗ്രസിന്റെയാണ്. ഓക്കെ, അപ്പൊ സയൻസ് കോൺഗ്രസിന്റെ വേദിയാണ് ഏത്? ലൗലി സർവകലാശാല. അപ്പോ പഞ്ചാബിലാണ് ലൗലി സർവകലാശാല ഉള്ളത്. അപ്പോൾ ശാസ്ത്രത്തിന് നമ്മൾ ഇങ്ങനെ പഠിക്കണം, ലവ് ചെയ്ത് പഠിക്കണം അല്ലെ, സ്നേഹിച്ച് പഠിക്കണം, ലൗലി. അടുത്ത ചോദ്യം, ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായിട്ട് കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേര് എന്താണ്? ചോദ്യം ശ്രദ്ധിക്കുക. ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേരാണ് കാരുണ്യ ആരോഗ്യ സംരക്ഷണ പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ KASP എന്ന് പറയും. ഓക്കെ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ നമുക്കറിയാം ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്കല്ലേ 5 ലക്ഷം രൂപ കൊടുക്കുന്നത്. ചുമ്മാ ഈ 5 ലക്ഷം രൂപ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്? നല്ല ഒരു കാരുണ്യ പ്രവൃത്തിയാണ് അല്ലേ അത്. അപ്പൊ അങ്ങനെ പഠിച്ചാലും മതി. അപ്പോൾ ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് കാരുണ്യത്തോടു കൂടി അവർക്ക് എന്ത് കിട്ടുന്നു? 5 ലക്ഷം രൂപ ചികിത്സാ സഹായമായിട്ട് കിട്ടുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേരാണ് കാരുണ്യ ആരോഗ്യ സംരക്ഷണ പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതാണ്? ഹെങ്ക് UK ആണ് കേട്ടോ. ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതാണ്? UK-യിലാണ്. 2024 ജനുവരിയിൽ ഹെങ്ക് എന്ന് പറയുന്ന കൊടുങ്കാറ്റ് ചോദിക്കും കേട്ടോ. ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് UK ആണ്. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണ്? 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ. ഈ ഗ്ലോബൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വേറെ വല്ല സംസ്ഥാനങ്ങളും കയറി പിടിക്കാനൊക്കെ തോന്നും. ചില കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ വന്നു പോകും. പക്ഷേ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് എന്ത് ചെയ്യുന്നത്? ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് അല്ലേ. അപ്പൊ 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തിലാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുടെ ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം ഏതാണെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? മനസ്സിലായല്ലോ. വിളകളുടെ വളർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ക്രോപ്സിന്റെ ഒക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന, അതിന് ഊർജം പകരാൻ വേണ്ടി സഹായിക്കുന്ന എന്താണ്? വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണാണ് കേട്ടോ. ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം ഏതാണ്? സ്വീഡൻ ആണ് കേട്ടോ. സ്വീഡൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം സ്വീഡൻ ആണ്. മണ്ണെന്ന് പറയുമ്പോൾ എന്താണ്? സോയിൽ അല്ലേ. സോയിൽ എന്ന് പറയുമ്പോൾ സ്വീഡൻ അല്ലെ. സ്വീഡൻ അങ്ങനെ പഠിച്ചാലും മതി കേട്ടോ. സോയിൽ സ്വീഡൻ അല്ലെ. മണ്ണ്, ഇപ്പോൾ മണ്ണെന്ന് പറഞ്ഞാൽ സോയിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു സോയിൽ സ്വീഡൻ എന്നൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ പറയുന്ന ഒരു പ്രൊനൗൺസിയേഷനിൽ നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് രൂപീകരിച്ച അല്ലെങ്കിൽ വികസിപ്പിച്ച രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. സ്വീഡൻ. അടുത്ത ചോദ്യം, 2024 ജനുവരി 3
ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണേ. അപ്പൊ 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകന്റെ 150ാമത്, ഇതൊക്കെ ചോദിക്കും കേട്ടോ. ഈ 150 എന്ന് പറയുന്ന നമ്പർ ആയതുകൊണ്ടും ഇത് 2024 ജനുവരി 3 ആയതുകൊണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ രക്തസാക്ഷിത്വ ദിനമാണ് എന്ത് ചെയ്യുന്നത്? ജനുവരി 3, 2024 നമ്മൾ ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം ബ്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ അതിൽ പുതുതായിട്ട് എന്ത് കിട്ടുന്നു? അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മുടെ ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആയതുകൊണ്ട് കേരള PSC എന്ത് ചെയ്യും? ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്? ഈജിപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇറാൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, എത്തിയോപ്യ ഉണ്ട്, UAE ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും നമ്മുടെ ബ്രിക്സിന്റെ കാര്യമാണ്. അപ്പൊ ഈ ബ്രിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 1-2 പോയിന്റുകൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ. 16ാമത് ചോദ്യം ശ്രദ്ധിക്കുക. 16ാമത് ബ്രിക്സ് സമ്മിറ്റ് നടന്നത് എവിടെയാണ്? 16ാമത് ബ്രിക്സ് സമ്മിറ്റ് 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് നടക്കുന്നത്? ഉത്തരം അറിയാമോ? റഷ്യയിലാണ്. എവിടെയാണ്? റഷ്യയിലാണ് 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. എന്താണ് ഈ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ബ്രിക്സിനകത്ത് ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത്? ഇത് നമുക്കറിയാം 5 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ഇന്റർനാഷണൽ കമ്മിറ്റിയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നിലവിലിപ്പോ നമുക്ക് എത്ര രാജ്യങ്ങളുണ്ട്? 5. അതും അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന 5 രാജ്യങ്ങൾ എല്ലാം കൂടി നിലവിൽ 10 രാജ്യങ്ങളാണ് നമുക്ക് ബ്രിക്സിലുള്ളത്. എന്നാൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു? 5 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പുതുതായിട്ട് ഇപ്പോൾ 5 രാജ്യങ്ങളോട് വന്നിട്ട് നിലവിലിപ്പോൾ എത്ര രാജ്യങ്ങളുണ്ട് ബ്രിക്സിനകത്ത്? 10 രാജ്യങ്ങളുണ്ട്. അപ്പൊ ബ്രിക്സ് എന്ന് പറയുന്ന എത്ര രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത്? ഒന്നെന്ന് പറയുന്നത് ബ്രസീൽ അല്ലേ? ബ്രസീൽ. ഓക്കെ, ബ്രിക്സിന്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? B. അതിപ്പോ നമുക്ക് ബ്രസീലാണെന്ന് അറിയാം. രണ്ടാമത്തെ R എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം റഷ്യയാണ് അല്ലെ. അടുത്ത I എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയാണ് അല്ലെ, ഇന്ത്യയാണ്. അടുത്ത C എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് രാജ്യമാണ് C വെച്ച് വരുന്നത്? ചൈനയാണ്, നമുക്കറിയാം ചൈനയാണ്. അടുത്ത S എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സൗത്ത് ആഫ്രിക്ക. അപ്പൊ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇവന്മാരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് എന്ത് വരുന്നത്? ബ്രിക്സ് വരുന്നത്, BRICS വരുന്നത്. അപ്പൊ ഇതിലേക്കാണ് പുതുതായിട്ട് 5 പേര് കൂടി വരുന്നത്. ആരൊക്കെ വരുന്നുണ്ട്? അടുത്ത് നമ്മുടെ 6ാമനായിട്ട് ഈജിപ്റ്റ് വരുന്നുണ്ട്, 7ാമനായിട്ട് നമ്മുടെ ഇറാൻ വരുന്നുണ്ട്, 8ാമനായിട്ട് സൗദി അറേബ്യ വരുന്നുണ്ട്, 9ാമനായിട്ട് എത്യോപ്യ വരുന്നുണ്ട്, 10ാമനായിട്ട് UAE വരുന്നുണ്ട്. അപ്പൊ നിലവില് എത്ര രാജ്യങ്ങളുണ്ട്? 10 രാജ്യങ്ങളാണുള്ളത്. അപ്പൊ ഒരു ചോദ്യം കൂടി, ബ്രിക്സിന്റെ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ബ്രിക്സിന്റെ തലസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായ് ആണ് കേട്ടോ, ഷാങ്ഹായ് ആണ്. ചൈനയിലെ ഷാങ്ഹായിലാണ് ബ്രിക്സിന്റെ തലസ്ഥാനം വരുന്നത്, ഷാങ്ഹായിലാണ്. ഈ ബ്രിക്സ് രൂപീകരിക്കുന്ന എപ്പോഴാണ്? ചോദ്യം ചോദിച്ചോട്ടെ. ബ്രിക്സ് രൂപീകരിച്ചപ്പോഴാണ്? 2009 എന്ത് ചെയ്യുന്നത്? ബ്രിക്സ് രൂപീകരിക്കുന്നത് 2009 കേട്ടോ, 2009 ബ്രിക്സ് രൂപീകരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ബ്രിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ പോയിന്റുകളൂടെ എക്സ്ട്രാ ആയിട്ട് പറയുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ കമന്റ് തന്നെയാണ് എന്നെ വീണ്ടും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വീണ്ടും ഊർജ്ജസ്വലമായിട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അടുത്ത ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? നല്ലൊരു ചോദ്യമാണേ. അപ്പൊ നമുക്കറിയാം ഈ മലിനജലമൊക്കെ കുടിച്ചാൽ, ഈ മലിനജലം സ്വാഭാവികമായിട്ട് ഒഴുകുന്ന എവിടെയൊക്കെ ആയിരിക്കും? ഈ മോശം പാലങ്ങൾക്കൊക്കെ ഇടയിലൂടെയാണ് അല്ലെ, അല്ലെങ്കിൽ പാലത്തിന്റെയൊക്കെ അടിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മലിനജലങ്ങൾ ഒഴുകുന്നത്. ഈ മലിനജലത്തിലൊക്കെ കുളിച്ചാൽ എന്ത് സംഭവിക്കുക? ചിലപ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഊരി പോകും അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? കണ്ണ് ഡാമേജ് ആവും, കണ്ണൊക്കെ ഊരി പോകും. അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? അത് കണ്ണൂരാണ് അല്ലെ. മലിനജലത്തിൽ കുളിച്ചാൽ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങ് ഊരിപ്പോകും. അതുപോലെ തന്നെ മലിനജലം ഉണ്ടാവുന്ന സ്ഥലം എവിടെയാണ്? ഏറ്റവും കൂടുതലുള്ളത് ഈ പാലത്തിന്റെയൊക്കെ അടിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്കറിയാം വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്നത് പാലത്തിന്റെയൊക്കെ താഴ്ഭാഗത്തല്ലേ. അപ്പൊ പാലത്തിന്റെ താഴ്ഭാഗത്ത് ആണ് എന്തുള്ളത്? ഈ പറയുന്ന മലിനജലം ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ മഞ്ചപ്പാലം എന്ന് പറയുക. ഓക്കെ, മഞ്ചപ്പാലം. ഈ പറയുന്ന വേസ്റ്റ് കൊണ്ടിട്ട് അവിടുത്തെ വെള്ളമൊക്കെ എന്ത് കളറായി? മഞ്ഞ കളറായി അല്ലെ. അപ്പൊ അതിനെ മഞ്ഞപ്പാലം എന്ന് പറഞ്ഞ് മഞ്ചപ്പാലമായി. അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പുതുവത്സര ദിനത്തിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ
അനുഭവപ്പെട്ട ഏഷ്യൻ രാജ്യം ഏതാണ്? സ്വാഭാവികമായിട്ട് ഏതായിരിക്കും? ജപ്പാനാണ് അല്ലെ? ജപ്പാൻ. നമുക്കറിയാം ജപ്പാൻ സറൗണ്ട് ചെയ്തിട്ടുള്ള, ജപ്പാൻ അതിനെ ചുറ്റിയിരിക്കുന്ന റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് ജപ്പാൻ ഇരിക്കുന്നത്. റിംഗ് ഓഫ് ഫയർ അല്ലെ? അപ്പൊ ഈ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന മേഖലയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ജപ്പാൻ ഏറ്റവും കൂടുതൽ എന്തുണ്ട്, ഈ ഭൂകമ്പത്തിനുള്ള ചാൻസ് ഉള്ള ഒരു രാജ്യമാണ് ഏതെന്ന് പറയുന്നത്, ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ പുതുവത്സര ദിനത്തിൽ തന്നെ എന്ത് ചെയ്തു? ഭൂകമ്പം അനുഭവപ്പെട്ട ഏഷ്യൻ രാജ്യമാണ് ഏത്? ജപ്പാൻ അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ലയാണ് ഏത്? കണ്ണൂര്, മഞ്ചപ്പാലം. ആഗോള കുടുംബ ദിനം എന്നാണ്, ഫാമിലി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ഫാമിലി ഡേ അല്ലെങ്കിൽ ആഗോള കുടുംബ ദിനം എന്നാണെന്ന് വെച്ചാൽ ജനുവരി 1 കേട്ടോ. ജനുവരി 1 ആഗോള കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ 2024 ഈ പറയുന്ന ആഗോള കുടുംബ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക അല്ലെ? അപ്പോൾ വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ഗ്ലോബൽ ഫാമിലി ഡേ എന്ന് പറയും. അപ്പോൾ വൈവിധ്യങ്ങളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമെന്നാണ് 2024 ഫാമിലി ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. പുതുവത്സരം ആദ്യം എത്തുന്ന രാജ്യം ഏതാണ്? പുതുവത്സരം ആദ്യം എത്തുന്ന രാജ്യം ചോദിച്ചാല് കിരിബാത്തിയാണ്. കിരിബാത്തി പസഫിക്കിലെ ചെറുദ്വീപ് രാജ്യമാണെന്ത്? കിരിബാത്തി കേട്ടോ. അപ്പൊ പുതുവത്സരം അല്ലെങ്കിൽ ന്യൂ ഇയർ ആദ്യമായിട്ട് എത്തുന്ന രാജ്യം ചോദിച്ചാൽ അത് കിരിബാത്തിയാണ്. അടുത്ത ചോദ്യമാണ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് മെഡൽ നേടിയ ആരാണ്? ഇപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് ആദ്യത്തെ മെഡൽ നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മനു ഭാക്കർ ആണ്, ഹരിയാനയിലാണ് കേട്ടോ. അപ്പോ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് ആദ്യത്തെ മെഡൽ നേടുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണത്? മനു ഭാക്കർ, ഹരിയാന. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിലാണ് എന്ത് കിട്ടുന്നത്? വെങ്കല മെഡൽ കിട്ടുന്നത് കേട്ടോ. എയർ പിസ്റ്റലിൽ വെങ്കല മെഡലാണ് കിട്ടുന്നത്. നമ്മുടെ ഈ പറയുന്ന ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? മനു ഭാക്കർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അത് മനു ഭാക്കർ ആണ്. ഒരു ഒളിമ്പിക്സിലെ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരവും ആര് തന്നെയാണ്? മനു ഭാക്കർ സ്വന്തമാക്കി. അങ്ങനെ ഒരു പദവി കൂടി മനു ഭാക്കർ സ്വന്തമാക്കി. അപ്പൊ ഇത്ര ഓക്കെ അല്ലേ? അപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് ആദ്യത്തെ മെഡൽ നേടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് മനു ഭാക്കർ ആണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിലാണ് എന്ത് കിട്ടുന്നത്? വെങ്കല മെഡൽ കിട്ടുന്നത്. നമ്മൾ ഈ പറയുന്ന ഒളിമ്പിക്സിലെ ഷൂട്ടിങ്ങിലും മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന് പറയുന്ന പദവി മാർക്ക് തന്നെ കിട്ടി, നമ്മുടെ മനു ഭാക്കർ സ്വന്തമാക്കി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടി ഒന്ന് പറഞ്ഞാലോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ആരാണ്? അരുൺ യോഗിരാജാണ് അല്ലെ? അരുൺ യോഗിരാജാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിലാണ് ഈ പറയുന്ന രാമജന്മഭൂമി അല്ലെങ്കിൽ അയോധ്യയിലാണ് ഈ പറയുന്ന ക്ഷേത്രമുള്ളത്. മോദി 2020 ഓഗസ്റ്റ് 5 എന്ത് ചെയ്യുന്നു? തറക്കല്ലിടുന്നു. 2022 ജനുവരി 24 എന്ത് കിട്ടുന്നു? നമ്മുടെ ഈ പറയുന്ന അതിന്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സരയൂ നദിയുടെ തീരത്താണ്, നാഗര രീതിയിലാണ് ഈ പറയുന്ന ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ചതാണ് എന്ത്? എക്സ്പോസാറ്റ് അല്ലെങ്കിൽ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ഇങ്ങനെ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന USA ആണ്. രണ്ടാമത് നമ്മുടെ ഇന്ത്യയാണ്. 469 കിലോഗ്രാമാണ്. 5 വർഷമാണ് കാലാവധി. PSLV C58 എന്ത് ചെയ്യുന്നത്? ഇത് വിക്ഷേപിക്കുന്നത്. ജനുവരിയിലെ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആദ്യത്തെ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ ആരാണ്? സൈനിക സ്കൂളിൽ പഠിക്കുന്ന ആരാണ്? വൃന്ദയാണ് അല്ലെ? ഉത്തർപ്രദേശിലെ വൃന്ദാവൻ. അടുത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? ഞാൻ പറഞ്ഞു മെഡിക്കൽ അസോസിയേഷൻ അശോക ചക്രവർത്തി അല്ലെ? RV അശോകനാണ്. അതുപോലെ തന്നെ ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രീൻ ഹൈഡ്രജൻ ഉത്തർപ്രദേശിലാണ്. അതുപോലെ ശാസ്ത്ര കോൺഗ്രസ്സുകാരും ശാസ്ത്രം ഒക്കെ കോൺഗ്രസ്സുകാർ പഠിക്കുന്നത് എങ്ങനെയാണ്? ഭയങ്കര ഇഷ്ടത്തോടു കൂടി ലവ്ലി ആയിട്ടാണ് പഠിക്കുന്നത് അല്ലെ? ലവ്ലി സർവകലാശാല, പഞ്ചാബ്. അടുത്ത് ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ എങ്ങനെ കൊടുക്കുന്നു? കാരുണ്യമായിട്ട് കൊടുക്കുന്നു അല്ലെ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതുപോലെ തന്നെ ഹെങ്ക് കൊടുങ്കാറ്റ് 2024 ജനുവരിയിൽ വീശിയത് UK ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദിയാവുന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ വിളകളുടെ വളർച്ചയ്ക്കും ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകങ്ങളുടെ ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യമാണ് സ്വീഡൻ.
അതുപോലെ തന്നെ 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകന്റെ 150ാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? 2024 ജനുവരിയിൽ ബ്രിക്സിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ 5 രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, ഇറാൻ, അറേബ്യ, എത്യോപ്യ, UAE. ഇത് ചോദിക്കും, കാര്യം ഇത് ഉൾപ്പെടാത്ത രാജ്യം ഏതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചോദിച്ചു കളയും. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഈജിപ്റ്റ് ഉണ്ട്, ഇറാൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, എത്യോപ്യ ഉണ്ട്, UAE ഉണ്ട്. പിന്നെ പറഞ്ഞു 2009 ഈ പറയുന്ന ബ്രിക്സ് രൂപീകരിക്കുന്നത് 2009. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കയാണ് ഇതിന്റെ സ്ഥിര അംഗങ്ങൾ. 5+5 ഇപ്പോൾ 10 രാജ്യങ്ങളുണ്ട്. പിന്നെ പറഞ്ഞെന്താണ്? 16ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് 2024 നടക്കുന്നു. ഇവിടെ വെച്ചായിരുന്നു? റഷ്യയിൽ വെച്ചാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു, ഷാങ്ഹായിലാണ് അല്ലെ? ഷാങ്ഹായിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ പറഞ്ഞു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വരുന്നത് കണ്ണൂരിലെ മഞ്ഞപ്പാലത്തിലാണ്. മഞ്ഞപ്പാലം ഓർമ്മയുണ്ടല്ലോ കോഡൊക്കെ. പുതുവത്സര ദിനത്തിൽ ഭൂകമ്പം വന്നത് ജപ്പാനിലാണ്. നമ്മുടെ ആഗോള കുടുംബ ദിനം ജനുവരി 1 ആഗോള കുടുംബ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക അല്ലെ? ഗ്ലോബൽ ഫാമിലി ഡേ. വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക. പിന്നെ പറഞ്ഞു പുതുവത്സരം ആദ്യമെത്തുന്ന രാജ്യം ഏതാണ്? കിരിബാത്തിയാണ്. പുതുവത്സരം ആദ്യമെത്തുന്നത് കിരിബാത്തിയാണ്. പസഫിക്കിലെ ചെറുദ്വീപ് രാജ്യമാണ് എന്ത്? കിരിബാത്തി. പസഫിക്കിലെ ചെറുദ്വീപ് രാജ്യമാണ് കിരിബാത്തി എന്ന് പറയുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് ആദ്യത്തെ മെഡൽ നേടുന്നത് ആരാണ്? മനു ഭാക്കർ, ഹരിയാനയാണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിലാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന വെങ്കല മെഡൽ കിട്ടുന്നത്. ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. 2 മെഡൽ നേടുന്നുണ്ട്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആര് തന്നെയാണ്? മനു ഭാക്കർ തന്നെയാണ് അല്ലെ? അടുത്ത ചോദ്യം, 2024 ജൂലൈയില് ശക്തമായ ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു ദുഃഖമായി മാറിയതാണ് വയനാട് അല്ലെ? 2024 ജൂലൈയിലാണ് കേട്ടോ, ജൂലൈയിലാണ് അല്ലെ? 2024 ജൂലൈയിൽ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളൊക്കെ എവിടെയാണുള്ളത്? വയനാടിലാണ്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നാണ്? സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2025 മാർച്ച് 30 അല്ലെ? മാർച്ച് 30 2025 മാർച്ച് 30 എന്ത് ചെയ്യുന്നു? കേരളത്തിനെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നു. വെറുതെ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല, വൃത്തിയാക്കാനുള്ളതൊക്കെ വൃത്തിയാക്കി ഈ പറയുന്ന പാലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഓടകളുണ്ട്. ഈ ഓപ്പറേഷൻ അനന്ത എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ചെയ്തു വച്ചിരിക്കുന്ന പദ്ധതികളൊക്കെ ഇപ്പോഴും പകുതി വഴിയിലാണ്. ആ പറയുന്ന പദ്ധതികളെല്ലാം കൃത്യമായി ഫോളോ അപ്പ് ആക്കി എല്ലാം നല്ല രീതിയിൽ ആക്കിയ ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്? ശുചിത്വ കേരളം പ്രഖ്യാപിക്കാനായിട്ട് അല്ലെ? അപ്പൊ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2025 മാർച്ച് 30 അടുത്തിടെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അസമിലെ നിർമ്മിതി ഏതാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തിടെ യുനെസ്കോ എന്ത് ചെയ്യുന്നു? വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അസമിലെ നിർമ്മിതിയാണ് മൈദം ശവകുടീരം. എന്താണ്? അസമിലെ മൈദം ശവകുടീരം. അസമിലെ അഹോം രാജവംശത്തിന്റെ ശവകുടീരങ്ങളാണ് ഈ പറയുന്ന മൈദം ശവകുടീരം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടതാണ് അസമിലെ മൈദം എന്ന് പറയുന്ന അല്ലെങ്കിൽ മെയ്ദം എന്ന് പറയുന്ന ശവകുടീരങ്ങൾ. അഹോം രാജവംശത്തിന്റെ ശവകുടീരങ്ങളാണ് മെയ്ദം ശവകുടീരം. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്? ശവകുടീരത്തിനെയാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിനെയും അശോക് ഹാളിന്റെയും പുതിയ പേരുകൾ എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രപതി ഭവനിലാണ് ദർബാർ ഹാളും അശോക് ഹാളും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേക പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങളുടെയൊക്കെ പേരങ്ങ് മാറ്റിക്കളയുക. അത് പുള്ളിയുടെ ഒരു ഹോബിയാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം എന്നാണ്. ഗണതന്ത്ര മണ്ഡപം എന്ന് വെച്ചാൽ സംഭവം വേറെ ഒന്നുമില്ല, ഈ പറയുന്ന ഭാരതീകരിക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പേരുകൾ കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അശോക് ഹാൾ, ഈ പറയുന്ന ദർബാർ ഹാള്, അശോക് ഹാള്, ഇതൊക്കെ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടിട്ട പേരായിരിക്കണം അല്ലെ? അപ്പോൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോ കോൺഗ്രസ്സുകാരോ ഇട്ട പേരായിരിക്കണം. അപ്പോൾ ദർബാർ ഹാളിന്റെ പേര് മാറ്റിയത് എന്തായിട്ടാണ്? ഗണതന്ത്ര മണ്ഡപം എന്നായിട്ടാണ്. അശോക് ഹാളിന്റെ പേര് എന്തായിട്ടാണ് മാറ്റിയത്? അശോക് മണ്ഡപം എന്നാണ് കേട്ടോ. അപ്പോൾ ദർബാർ ഹാളിന്റെ പുതിയ പേര് ദർബാർ മണ്ഡപം എന്നാണ്. അപ്പോൾ അശോക് ഹാളിന്റെ പുതിയ പേരെന്താണ്? അശോക മണ്ഡപം എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹോൾ എന്ന് പറയുന്ന വാക്കാണ് പുള്ളിക്ക് പ്രശ്നമായത്. അതിനെ നമ്മൾ എന്താക്കി മാറ്റി? അങ്ങ് മണ്ഡപമാക്കിയപ്പോഴത്തേക്കും എന്ത് ശാന്തി.
ഓക്കെ, അപ്പോൾ അശോക് ഹാള് എന്തായിട്ട് മാറി? അശോക് മണ്ഡപമായിട്ട് മാറി. ദർബാർ ഹാൾ എന്തായിട്ട് മാറി? ഗണതന്ത്ര മണ്ഡപമായിട്ട് മാറി. ഈ ഗണതന്ത്ര എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റിപ്പബ്ലിക് എന്നാണ് കേട്ടോ. റിപ്പബ്ലിക് എന്നാണ് ഗണതന്ത്ര എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അയോധ്യയിലെ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് രാജ്യത്തിലാണ്? ഇന്ത്യയിൽ പോലും അല്ല അല്ലെ. അയോധ്യയിലെ ഈ പറയുന്ന രാംലല്ലയെ ചിത്രീകരിക്കുന്ന, രാംലല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന ക്ഷേത്രത്തിലെ പ്രതിമയാണ് കേട്ടോ. രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് രാജ്യത്തിലാണെന്ന് ചോദിച്ചാൽ അത് ലാവോസിലാണ് കേട്ടോ. ഇന്ത്യക്കാരുണ്ടാക്കിയിട്ട് ഇന്ത്യക്കാർക്ക് പോലും എന്തില്ല, ഈ പറയുന്ന ഒരു പിക്ചറൊക്കെ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ക്ഷേത്രമൊക്കെ വന്നതല്ലേ. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ പറയുന്ന ഒരു സ്റ്റാമ്പ് ആദ്യം നമുക്കുണ്ടാകണം എന്ന് പറയുന്ന ഒരു കാര്യം ആർക്കില്ലായിരുന്നു? ഇന്ത്യക്കാർക്ക് ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചിന്ത വന്നത് ആർക്കാണ്? ഈ പറയുന്ന നമ്മുടെ ലാവോസിലെ ആൾക്കാർക്കാണ് ഈ പറയുന്ന ഒരു ചിന്ത വന്നിട്ടുള്ളത്. അപ്പോൾ രാംലല്ല എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ആ ഒരു വിഗ്രഹം ഉണ്ടല്ലോ, ഈ ശ്രീരാമക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിനെയാണ് രാംലല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാമ്പ് പുറത്തിറക്കിയത് വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറാണ് കേട്ടോ. എസ് ജയശങ്കറാണ് കേട്ടോ. അപ്പം വേറെ ആയിട്ടില്ല, നമ്മുടെ സ്വന്തം വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. ഓക്കെ, അപ്പോൾ അയോധ്യയിലെ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലാവോസിലാണ്. 2024 വനിതാ 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? 2024 2024 വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ശ്രീലങ്കയാണ്. ആരെയാണ് തോൽപ്പിച്ചത്? ശ്രീലങ്കയും ആരുമായിട്ടാണ് മത്സരം? ശ്രീലങ്കയും ഇന്ത്യ ആയിട്ടായിരുന്നു മത്സരം കേട്ടോ. ശ്രീലങ്കയും ഇന്ത്യ ആയിട്ടാണ് മത്സരം. ഓക്കെ, അപ്പൊ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടാണ് ശ്രീലങ്ക കിരീടം നേടുന്നത്. ഓക്കെ, അപ്പൊ 2024 വനിതാ T20 ഏഷ്യ കപ്പ് കിരീടം ജേതാക്കൾ ആരാണ്? ശ്രീലങ്കയാണ്. ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. 2024 വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയായത് ഏത് രാജ്യമാണ്? ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിൽ വെച്ച് മത്സരിച്ച് ശ്രീലങ്കക്കാർ തന്നെ കപ്പ് കൊണ്ടുപോയി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ്? നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓഗസ്റ്റ് 23 കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഓഗസ്റ്റ് 23. അടുത്ത ചോദ്യം, ഒളിമ്പിക്സില് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റലില് മിഡ് സ്കീം ഇനത്തില് വെങ്കലം നേടിയത് ആരൊക്കെ എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? മനു ഭാക്കറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സബർജോത് സിംഗ് ടീം അല്ലെ, മനു ഭാക്കറിനും അതുപോലെ തന്നെ സബർജോത് സിംഗ് ടീമിനുമാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റലില് മിക്സഡ് ടീം ഇനത്തില് വെങ്കലം നേടിയത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ടീമാണ് കേട്ടോ. അങ്ങനെയാണ് 2 മെഡൽ കിട്ടുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒളിമ്പിക്സിൽ 2 മെഡൽ ആർക്ക് കിട്ടുന്നു? ഈ പറയുന്ന മനു ഭാക്കറിന് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോൾ അതിൽ ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ടും രണ്ടാമതെന്ന് പറയുന്നത് ഈ പറയുന്ന മിക്സഡ് ടീം ഇനമാണ്. ഓക്കെ, അപ്പൊ മിക്സഡ് ടീം ഇനത്തിലാണ് എന്ത് കിട്ടുന്നത്? മനു ഭാക്കറും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സരബ്ജോത് സിംഗ് ടീമും ഉണ്ടായിരുന്നു. സരബ്ജോത് സിംഗും അതുപോലെ തന്നെ മനു ഭാക്കറും കൂടി ചേർന്നിട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ പറയുന്ന ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റലിൽ വെങ്കല മെഡൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, വസീർ എക്സ് ഏത് രാജ്യത്തെ പ്രമുഖ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്? ശ്രദ്ധിക്കുക, വസീർ എക്സ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിലെ പ്രമുഖ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടേതാണ്. ഈ പേര് കണ്ടിട്ട് വേറെ ഒരു രാജ്യത്തിലോട്ടും പോകരുത്. ക്രിപ്റ്റോ കറൻസി എന്ന് കേൾക്കുമ്പോഴേ ഇന്ത്യക്ക് എതിരാണെന്നൊന്നും മനസ്സിലാക്കി വെക്കരുത്. വസീർ എക്സ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ പേരാണെന്ത്? വസീർ എക്സ് കേട്ടോ, വസീർ എക്സ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ഇന്ത്യൻ സർക്കാർ എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ആരാണ്? ഇന്ത്യയിൽ ഒരു സർക്കാർ മേഖലയിൽ തന്നെ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക്, കൃത്യമായി പഠിച്ചു വെച്ചേക്കാത്, ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് കേട്ടോ. ഇന്ത്യയിലെ നമ്മുടെ സർക്കാർ മേഖലയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയാണ്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റും നമ്മളിങ്ങനെ എടുക്കുക അല്ലെ. അപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ സർക്കാർ മേഖലയിൽ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ആരെന്ന് ചോദിച്ചാൽ കേരള സംഗീത നാടക അക്കാദമിയാണ്. അടുത്ത ചോദ്യം, 2006 പാസാക്കിയ ശൈശവ വിവാഹ നിരോധന നിയമം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. 2006 പാസാക്കിയതാണ്. 2006 എന്ത് ചെയ്യുന്നത്? ശൈശവ വിവാഹ നിരോധന നിയമം. ചിലപ്പോൾ ചോദിക്കും
ശൈശവ വിവാഹ നിരോധന നിയമം ഏത് വർഷമാണ് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ 2006-ലാണ്. അപ്പോൾ 2006 പാസ്സാക്കുന്ന ഈ പറയുന്ന ശൈശവ വിവാഹ നിരോധന നിയമം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ബാധകമാണെന്ന് പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതിയാണ്. ഉത്തരവിട്ടത് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് കേട്ടോ. അപ്പൊ കുഞ്ഞികൃഷ്ണനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ശൈശവ വിവാഹം അല്ലെ. ശൈശവം എന്ന് പറയുമ്പോൾ ശൈശവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടിയെന്നല്ലേ, കുഞ്ഞെന്നല്ലേ, അല്ലേ, കുഞ്ഞല്ലേ. അപ്പോ കുഞ്ഞികൃഷ്ണൻ, ഓക്കെ, കുഞ്ഞികൃഷ്ണൻ എന്ത് ചെയ്യുന്നു, കുഞ്ഞുങ്ങളുടെ വിവാഹം നിരോധിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ 2006 കുഞ്ഞുങ്ങളുടെ വിവാഹം നിരോധിക്കുന്നു. അങ്ങനെ പഠിച്ചാൽ മതി. 2006 എന്ത് ചെയ്യുന്നു, കുഞ്ഞികൃഷ്ണൻ കുഞ്ഞുങ്ങളുടെ വിവാഹം നിരോധിക്കുന്നു. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, സൂര്യനെയും അതുപോലെ തന്നെ ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ISRO തയ്യാറാക്കിയ ദൗത്യത്തിന്റെ പേരെന്താണ്? സൂര്യനെയും അതുപോലെ തന്നെ അതിന്റെ ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ISRO തയ്യാറാക്കിയ ഉപഗ്രഹത്തിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. എന്താണ്? നമുക്കറിയാം, അത് ആദിത്യ L1 എന്നാണ് അല്ലെ. ആദിത്യ L1. ഈ പറയുന്ന ആദിത്യ L1 അതുപോലെ തന്നെ എക്സ്പോസാറ്റ്, ചന്ദ്രയാൻ, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മളെ കേരള PSCയിൽ സ്ഥിരമായി ചോദിക്കുന്ന മേഖലയാണ് ഈ പറയുന്ന ഉപഗ്രഹങ്ങൾ. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആദിത്യയും ചന്ദ്രയാൻ 1, 2, 3 ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തേക്കാം. കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, ആ ഒരു ക്ലാസ് കണ്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഈ നമ്മുടെ ആദിത്യയുടെ അല്ലെങ്കിൽ ആദിത്യ L1 കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് എന്ത്, ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യത്തിന്റെ പേരെന്താണ്, ആദിത്യ L1 എന്നാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ആദിത്യ L1 വഹിച്ചുകൊണ്ടുപോയ വാഹനം ഏതാണെന്ന് അറിയാമോ? അത് ചിലപ്പം ചോദിക്കും. PSLV, ഇതെല്ലാം PSLV ആണ് കേട്ടോ. PSLV XLC-57 ആണ്. PSLV XLC-57 ആണെന്ത്, വാഹനം അല്ലെങ്കിൽ റോക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, PSLV XLC-57 ആണ്. ഇതിന്റെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എത്രയാണെന്ന് അറിയാമോ? 1475 കിലോഗ്രാം ആണ് ഈ പറയുന്ന ആദിത്യ L1 വെയിറ്റ് എന്ന് പറയുന്നത്. 1475 കിലോഗ്രാം ആണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ലക്ഷ്യത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അതും ആദിത്യ L1 ആണ്. കാരണം എന്താണ്, എങ്ങോട്ടാണ് ഇത് പോകുന്നത്, സൂര്യനിലോട്ടാണ് അല്ലേ. അപ്പോ നമ്മുടെ ISROയുടെ തന്നെ ഏറ്റവും സമയമെടുത്ത് ലക്ഷ്യത്തിലോട്ട് എത്തുന്ന ഒരു ഉപഗ്രഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ പറയുന്ന ആദിത്യ L1 ആണ്. ഇതിന്റെ ചെലവ് എത്രയെന്ന് അറിയാമോ? ഏകദേശം 400 കോടി രൂപയാണ് കേട്ടോ. ഏകദേശം 400 കോടി രൂപയാണ് ഈ പറയുന്ന ആദിത്യ L1 ചെലവെന്ന് പറയുന്നത്. 400 കോടി രൂപയാണ്. ഈ പറയുന്ന ആദിത്യ L1 പ്രോജക്ട് ഡയറക്ടർ ആരാണെന്ന് അറിയാമോ? പ്രോജക്ട് ഡയറക്ടർ, ഇതാണ് ഞാൻ PD എന്ന് കൊടുത്തിട്ടുള്ളത്. പ്രോജക്ട് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജിയാണ്. ഓർത്തിരിക്കുക, നിഗർ ഷാജി. ഓക്കെ, നിഗർ ഷാജിയാണ് ഈ പറയുന്ന ആദിത്യ L1 പ്രോജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ നിഗർ ഷാജിയാണ്. തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട് തെങ്കാശി സ്വദേശിയാണ് ആര്, ഈ പറയുന്ന നിഗർ ഷാജി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ തെങ്കാശി സ്വദേശിയാണ്. എന്നാൽ ഇതിന്റെ മിഷൻ ഡയറക്ടർ ആരാണെന്ന് അറിയാമോ? MD എന്ന് പറഞ്ഞാൽ മിഷൻ ഡയറക്ടർ ആണ്. മിഷൻ ഡയറക്ടർ ആരാണ് ആദിത്യ L1 മിഷൻ ഡയറക്ടർ? അത് ഡോക്ടർ SR ബിജു ആണ് കേട്ടോ. ഡോക്ടർ SR ബിജു ആണ് ഈ പറയുന്ന ആദിത്യ L1 മിഷൻ ഡയറക്ടർ എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ SR ബിജു. എന്നാൽ ഇതിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? അത് നിഗർ ഷാജിയാണ്. നിഗർ ഷാജി പ്രോജക്ട് ഡയറക്ടറും അതുപോലെ തന്നെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ SR ബിജുവുമാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണേ. എന്നാൽ നിലവിലത്തെ ISROയുടെ ചെയർമാന്റെ പേരെന്ന് ഞാൻ ചോദിച്ചോട്ടെ. ചെയർമാൻ ആരാണ്? S സോമനാഥ് ആണ് അല്ലെ. S സോമനാഥ് ആണ്. നമുക്കറിയാം S സോമനാഥ് ഏത് സംസ്ഥാനക്കാരനാണ്? നമുക്കറിയാം മലയാളിയാണ് അല്ലെ. മലയാളിയാണ് S സോമനാഥ്. ഓക്കെ. എന്നാൽ ഈ ആദിത്യ L1 എന്ന് പറഞ്ഞില്ലേ, ഈ ആദിത്യ L1 ഇതിൽ L1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? L1 എന്ന് പറഞ്ഞാല് ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് പറയും കേട്ടോ. എന്താണ്? ലഗ്രാഞ്ചെ പോയിന്റ് എന്നാണ് പറയുന്നത്. ലഗ്രാഞ്ചെ പോയിന്റ്. അപ്പൊ ഇത് വിക്ഷേപിച്ച റോക്കറ്റിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PSLV എന്നാണ്. PSLVയുടെ ഫുൾ ഫോം എന്താണ്? ഒരുപാട് തവണ പറഞ്ഞതാണ്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്നാണ് PSLVയുടെ ഫുൾ ഫോം. അപ്പൊ ഇത് വിക്ഷേപിച്ചപ്പോഴാണെന്ന് അറിയാമോ? വിക്ഷേപിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2023 2023 സെപ്റ്റംബർ 2 കേട്ടോ. സെപ്റ്റംബർ 2 ഏകദേശം പകല് 11:50 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സീറോ കാർബൺ ആയ നഗരം ഏതാണ്? ഇന്ത്യയിലെ സീറോ കാർബൺ ആയ നഗരം ഏതാണ്? സാഞ്ചി ആണ് കേട്ടോ. സാഞ്ചി എവിടെയാണ്? മധ്യപ്രദേശിലാണ് സാഞ്ചി വരുന്നത്. ഇന്ത്യയിലെ സീറോ കാർബൺ ആയ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സാഞ്ചിയാണ്. സാഞ്ചി.
അടുത്ത ചോദ്യം, ഏത് കാലാവസ്ഥയിലും മണാലി ലേ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി നിർമ്മിക്കുന്ന ടണൽ ഏതാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഷിൻകുല ടണലാണ് കേട്ടോ. ഷിൻകുല ടണൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മണാലി ലേ ആണ്. ഏത് കാലാവസ്ഥയിലും മണാലിയെയും അതുപോലെ തന്നെ ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായിട്ട് നിർമ്മിച്ച ടണലിന്റെ പേരാണ് എന്ത്? ഷിൻകുല ടണൽ. ഇന്ത്യയിലെ സീറോ കാർബണായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ സാഞ്ചി അല്ലെ. സഞ്ചിയിൽ കാർബൺ ഇല്ല എന്ന് പഠിച്ചാൽ മതി. സഞ്ചിയിൽ കാർബൺ ഇല്ല അല്ലെ. അപ്പൊ മധ്യപ്രദേശിലെ സാഞ്ചിയിലാണ് ഇന്ത്യയിലെ സീറോ കാർബണായ ആദ്യ നഗരം. അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും മണാലി ലേ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാൻ നിർമ്മിച്ച ടണൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഷിൻകുല ടണലാണ്. അടുത്ത ചോദ്യം, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്. ജൂലൈ 28-നാണ് കേട്ടോ. ജൂലൈ 28-നാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്. ജൂലൈ 28 വേൾഡ് നാച്ചർ കൺസർവേഷൻ ഡേ അല്ലെ. ജൂലൈ 28 വളരെ പ്രധാനപ്പെട്ടതാണ്. നാച്ചർ കൺസർവേഷൻ ഡേ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ ദിനം ചോദിച്ചാൽ അത് ജൂലൈ 28 ആണ്. അപ്പൊ 2024 പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പഠിച്ചിരിക്കുക. ജനങ്ങളെയും ഭൂമിയെയും ബന്ധിപ്പിക്കുക, വന്യജീവി സംരക്ഷണത്തിൽ കൂടുതൽ ഡിജിറ്റൽ സാധ്യതകൾ കണ്ടെത്തുക അല്ലെ. എന്താണ്? ജനങ്ങളെയും ഭൂമിയെയും തമ്മിൽ എന്ത് ചെയ്യുക? ബന്ധിപ്പിക്കുക. അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണത്തിൽ കൂടുതൽ ഡിജിറ്റൽ സാധ്യതകൾ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് എന്ത്? 2024 ലോക പ്രകൃതി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോക പ്രകൃതി ദിനത്തിന്റെ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? ജൂലൈ ആണ് അല്ലെ. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് പറയുന്നത്. 2028 ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാന്റ്സ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് കൺസർവേഷൻ എന്നാണ് അല്ലെ. വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ജനങ്ങളെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുക, വന്യജീവി സംരക്ഷണത്തിൽ കൂടുതൽ ഡിജിറ്റൽ സാധ്യതകൾ കണ്ടെത്തുക. അടുത്ത ചോദ്യം, 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി ഏതാണ്? 2024 കേരള സ്കൂൾ ഒളിമ്പിക്സ്. അപ്പോൾ കേരള സ്കൂൾ ഒളിമ്പിക്സ് പോലുള്ള പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ അത് കൊച്ചി പോലുള്ള വലിയൊരു നഗരത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ലെ. അപ്പൊ 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി ചോദിച്ചാൽ കൊച്ചിയാണ്. കൊച്ചി സംസ്ഥാന സ്കൂൾ കായികമേള കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുക അല്ലെ. സംസ്ഥാന സ്കൂൾ കായികമേള ഇനി മുതൽ കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുക. അടുത്ത ചോദ്യം, 2024 ജൂലൈയില് ജപ്പാന്റെ തലസ്ഥാനമായിട്ടുള്ള ടോക്കിയോയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെ ആണേ. പഠിച്ചു വെച്ചേക്ക. 2024 ജൂലൈയില് ജപ്പാന്റെ തലസ്ഥാനമായിട്ടുള്ള ടോക്കിയോയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയുടേതാണ്. അപ്പൊ ജപ്പാനിലെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന എഡോഗാവയിലെ ഫ്രീഡം പ്ലാസയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രതിമ സ്ഥാപിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ജപ്പാനിലെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ എന്താണ്? അത് എഡോഗാവയാണ് അല്ലെ. എഡോഗാവ. ഓക്കെ, ഇപ്പൊ എഡോഗാവയിലാണ് എന്ത് ചെയ്യുന്നത്? എഡോഗാവയിലെ ഫ്രീഡം പ്ലാസയിലാണ് ഈ പറയുന്ന ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നത്. ഇപ്പൊ ജപ്പാനിലെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് എന്ത്? എഡോഗാവ. അപ്പോൾ എഡോഗാവയിലെ ഫ്രീഡം പ്ലാസയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, 2024 ജൂലൈയില് തായ്വാനിലും ഫിലിപ്പീൻസിലും കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ഗോമി ചുഴലിക്കാറ്റാണ്. ഒന്ന് പഠിച്ചു വെച്ചേക്ക. 2024 ജൂലൈയില് തായ്വാനിലും ഫിലിപ്പീൻസിലും കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണെന്ത്? ഗോമി ചുഴലിക്കാറ്റ്. അപ്പൊ ഗോമി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് എവിടെയാണ്? ഗോമി വരുന്നത് തായ്വാനിലും ഫിലിപ്പീൻസിലും കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഗോമി ചുഴലിക്കാറ്റ്. അടുത്ത ചോദ്യം എന്താണ്? 2024 ജൂലൈയില് പുതുച്ചേരിയുടെ ലെഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളിയാണ് ആര്? കെ കൈലാഷ് നാഥ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. 2024 ജൂലൈയില് പുതുച്ചേരിയുടെ ലെഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളിയാണ് ആര്? കൈലാഷ് നാഥ് പുതുച്ചേരിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ. അടുത്ത ചോദ്യം, 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. കവിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന് പറയുന്നത് ആരുടേതാണ്? രചയിതാവ് കൽപ്പറ്റ നാരായണന്റേതാണ്. കവിതാ വിഭാഗത്തിൽ അവാർഡ് കിട്ടുന്നത്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് കേട്ടോ. 2023 കേരള സാഹിത്യ അക്കാദമിയിൽ കവിതാ വിഭാഗത്തിൽ കിട്ടുന്ന ആർക്കാണ്? കൽപ്പറ്റ നാരായണൻ തിരഞ്ഞെടുത്ത കവിതകൾ. അടുത്ത നോവൽ വിഭാഗത്തിൽ കിട്ടുന്ന ആർക്കാണ്? നോവൽ വിഭാഗത്തില് അത്
സിൻ എന്ന് പറയുന്ന നോവലിനാണ്. രചയിതാവ് ആരാണ്? ഹരിത സാവിത്രിയാണ്. ഹരിത സാവിത്രിയുടെ സിൻ എന്ന് പറയുന്ന നോവലിനാണ് എന്ത് കിട്ടുന്നത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2023 കിട്ടുന്നത്. ചെറുകഥാ വിഭാഗത്തിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന ആർക്കാണ്? അത് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനാണ്. രചയിതാവ് ആരാണ്? എൻ രാജൻ കേട്ടോ. ചെറുകഥ ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് അല്ലെ, ചെറിയ ഒരു ക്ലബ്ബാണ് എന്ത്? ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്. അങ്ങനെ വിളിച്ചാൽ മതി. ചെറിയ ക്ലബ്ബ് അല്ലെ, ചെറിയ ക്ലബ്ബ് എൻ രാജൻ, ചെറിയ ക്ലബ്ബ് എൻ രാജൻ. ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എൻ രാജൻ. അടുത്ത ബാലസാഹിത്യ വിഭാഗത്തിൽ കിട്ടുന്ന ആർക്കാണ്? ബാലസാഹിത്യ വിഭാഗത്തില് അത് പെൺകുട്ടിയും കൂട്ടരും. ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ ബാലൻ അല്ലെങ്കിൽ ബാലിക അല്ലെ, ബാലിക എന്ന് പറയുമ്പോൾ പെൺകുട്ടിയും കൂട്ടരും. രചയിതാവ് ആരാണ്? ഗ്രേസി അല്ലെ, പെൺകുട്ടിയും കൂട്ടരും, രചയിതാവ് ഗ്രേസി. ഓക്കെ, അപ്പൊ ഒന്നും കൂടി നോക്കാതെ 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. കവിതാ വിഭാഗത്തിൽ ആ ഒരു അവാർഡ് കിട്ടുന്ന ആർക്കാണ്? അത് നമ്മുടെ കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. അതുപോലെ നോവൽ വിഭാഗത്തിൽ കിട്ടുന്നത് സിൻ എന്ന് പറയുന്ന നോവല്, രചയിതാവ് ഹരിത സാവിത്രിയാണ്. അതുപോലെ തന്നെ ചെറുകഥാ വിഭാഗത്തിൽ കിട്ടുന്ന ആർക്കാണ്? ചെറുകഥാ വിഭാഗത്തില് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അല്ലെ, ചെറുകഥയാണെന്നുണ്ടെങ്കിൽ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, രചയിതാവ് എൻ രാജനാണ്. അതുപോലെ തന്നെ ബാലസാഹിത്യ വിഭാഗത്തിലാണെങ്കിൽ ആർക്കാണ് കിട്ടുന്നത്? ബാലസാഹിത്യ വിഭാഗത്തിലെ പെൺകുട്ടിയും കൂട്ടരും, രചയിതാവ് ഗ്രേസി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2023 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം നേടിയത് ആരൊക്കെയാണ്? 2023 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം നേടിയത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? അത് MR രാഘവ വാര്യരും അതുപോലെ തന്നെ CL ജോസുമാണ്. പഠിച്ചു വെച്ചേക്കുക. 2023 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം നേടിയത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ അതാരൊക്കെയാണ്? MR രാഘവ വാര്യരും അതുപോലെ തന്നെ CL ജോസിനുമാണ് എന്ത് കിട്ടുന്നത്? 2023 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം കിട്ടുന്ന ആർക്കാണ്? MR രാഘവ വാര്യർക്കും അതുപോലെ തന്നെ CL ജോസിനുമാണ്. അടുത്ത ചോദ്യം, GI ടാഗ് പദവി ലഭിക്കുന്ന മുഷ്ക് ബഡ്ജി അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ്? ഇങ്ങനത്തെ ചോദിക്കുന്നതാണ്. GI ടാഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഗ്ലോബൽ ഇൻഡിക്കേഷൻ ടാഗ്, ജിയോളജിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിക്കുന്ന മുഷ്ക് ബഡ്ജ് അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണെന്നാണ് നമ്മുടെ ചോദ്യം. എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ് ഈ പറയുന്ന മുഷ്ക് ബഡ്ജി എന്ന് പറയുന്ന അരി? എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ്? ജമ്മു കാശ്മീരിലാണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. GI ടാഗ് ലഭിക്കുന്ന അരിയുടെ പേരാണ് എന്ത്? മുഷ്ക് ബഡ്ജി എന്ന് പറയുന്ന അരി അല്ലെ. GI ടാഗ് ലഭിക്കുന്ന അരിയാണ് മുഷ്ക് ബഡ്ജി എന്ന് പറയുന്ന അരി. അപ്പൊ ഈ പറയുന്ന മുഷ്ക് ബഡ്ജി എന്ന് പറയുന്ന അരി എവിടത്തെ ഉൽപ്പന്നമാണെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ജമ്മു കാശ്മീരിലെ ഉൽപ്പന്നമാണ്. ഓക്കെ, അപ്പോൾ ഈ GI ടാഗിന്റെ ഫുൾ ഫോം എന്താണ്? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്നാണ്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്നാണ് GI ടാഗിനെ പറയുന്നത്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. മുഷ്ക് ബഡ്ജി എന്ന് പറയുന്ന അരി എവിടെയാണ്? ജമ്മു കാശ്മീർ. ഈ GI ടാഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വേറെ ഏതെങ്കിലും വസ്തുക്കളുടെയൊക്കെ പേര് നിങ്ങൾ എവിടെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അതിന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ GI ടാഗ് ലഭിക്കുന്നത് മുഷ്ക് ബഡ്ജി എന്ന് പറയുന്ന അരി എവിടെ നിന്നാണ്? ജമ്മു കാശ്മീരിൽ നിന്നാണ്. അടുത്ത ചോദ്യം എന്താണ്? 2024 ജൂലൈയിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരവായിട്ടുള്ള ഒളിമ്പിക് ഓർഡർ അവാർഡ് ലഭിക്കുന്ന ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരെന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയാണ്. ഓർത്തിരിക്കുക, 2024 ജൂലൈയിലെ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരവായിട്ടുള്ള ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് ആര്? അഭിനവ് ബിന്ദ്ര. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് സ്വർണം നേടിയതാണ് ആര്? അഭിനവ് ബിന്ദ്ര അല്ലെ. അപ്പോ 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് സ്വർണം നേടിയതാണ് നമ്മുടെ അഭിനവ് ബിന്ദ്ര. അപ്പൊ 2008 കേട്ടോ. അടുത്ത ചോദ്യം, അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് ഗ്രാമം എന്താണ്? അൽഫാവ് എന്നാണ്. അൽഫാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന് എന്ത് ചെയ്താൽ മതി? അൽഫാം എന്ന് പഠിച്ചാൽ മതി കേട്ടോ. കാരണം എന്താണ്? നമ്മൾ ഈ അൽ ഒക്കെ വെച്ച് ചേർത്ത് പറയുന്നത് എവിടെയുള്ള ആൾക്കാരെയാണ്? നമുക്കറിയാം, ഈ അറബികളെയൊക്കെയാണ് നമ്മൾ അൽ അറബി എന്നൊക്കെ പറയുന്നത് അല്ലേ. അങ്ങനെയല്ലേ പറയുന്നത്? നമ്മൾ കളിയാക്കിയാലും പറയുന്ന ഒരു വാക്കല്ലേ. അപ്പോ ഈ അൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെ പിടിക്കണം? സൗദി അറേബ്യയിൽ പോകണം കേട്ടോ. അപ്പോൾ അൽഫാവ് ഗ്രാമമാണ്, അൽഫാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് സൗദി അറേബ്യയാണ് കേട്ടോ. യുനെസ്കോയുടെ പ്രത്യേകത എന്താണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് ഈ പറയുന്ന അൽഫാവ് എന്ന് പറയുന്ന ഗ്രാമം. ഇത് എവിടെയാണുള്ളത്? സൗദി അറേബ്യയാണ് അല്ലെ. അൽ അറബി അല്ലെ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അൽഫാവ് സൗദി അറേബ്യ. അടുത്ത ചോദ്യം,
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നഗര തുരങ്ക പ്രോജക്റ്റ് നിലവിൽ വരുന്ന എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നഗര തുരങ്ക പ്രോജക്റ്റ് നിലവിൽ വരുന്ന മുംബൈയിലാണ് കേട്ടോ. മുംബൈയില് താനയ്ക്കും അതുപോലെ തന്നെ ബോറിവാലിക്കും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന തുരങ്കം വരുന്നത് കേട്ടോ. മുംബൈയിലെ എവിടെയാണ്? താനയ്ക്കും അതുപോലെ തന്നെ ബോറിവാലിക്കും ഇടയിലാണ് ഈ പറയുന്ന തുരങ്കം വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നഗര തുരങ്ക പ്രോജക്റ്റ് ആണ് ഏത്? മുംബൈയിലുള്ളത്. ഈ പറയുന്നത് എവിടെയാണത്? മുംബൈയിലെ താനയ്ക്കും ബോറിവാലിക്കും ഇടയിലാണ് ഈ പറയുന്ന ഏറ്റവും നീളം കൂടിയ നഗര തുരങ്ക പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യമാണ്, സ്ഥാപിതമായതിന്റെ 100ാമത് വാർഷികം 2024 ആഘോഷിച്ച അന്താരാഷ്ട്ര കായിക സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫിഡെ ആണ് കേട്ടോ. ഫിഡെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫുൾ ഫോം ചോദിക്കും, നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്നതാണ്. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആണ് ഫിഡെ കേട്ടോ, ഫിഡെ. അപ്പോൾ ഈ ഫിഡെ എന്ന് പറയുന്നത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് നമുക്ക് തോന്നിപ്പോവും, പക്ഷെ ഇത് ഫുൾ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ എന്നാണ് ഈ ഫിഡെയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 1924 ജൂലൈ 20 എന്ത് ചെയ്യുന്നത്? ഫ്രാൻസിലെ പാരീസിൽ ഫിഡെ സ്ഥാപിതമാകുന്നു. അപ്പൊ ഫിഡെ എപ്പോഴാണ് സ്ഥാപിതമാവുന്നത്? 1924 ജൂലൈ 20 എവിടെ? ഫ്രാൻസിലെ പാരീസിലാണ് എന്ത് ചെയ്യുന്നത്? ഫിഡെ സ്ഥാപിതമാവുന്നത് അല്ലെ. അപ്പോൾ സ്ഥാപിതമായതിന്റെ 100 വർഷം ആഘോഷിക്കുന്ന കായിക സംഘടനയുടെ പേരാണെന്ത്? ഫിഡെ, ദ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ. 2024 ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ചോദ്യം എന്താണ്? 2024 ജൂലൈയില് ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ സുധാമൂർത്തിക്കാണ് കേട്ടോ. സുധാമൂർത്തിക്കാണ് 2024 ജൂലൈയിലെ ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. സുധാമൂർത്തിക്കാണ്. ഓക്കെ, ഗ്രാമീണ വികസനം, സാഹിത്യം, സാമൂഹിക പ്രവർത്തനം എന്നിവയിൽ മികച്ച സേവനം പരിഗണിച്ചിട്ടാണ് എന്ത് കിട്ടുന്നത്? ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തി ഫലവുമാണ് എന്ത്? ഇതിന്റെ പുരസ്കാരം കേട്ടോ. 1 ലക്ഷം രൂപയും പ്രശസ്തി ഫലവും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ജസ്റ്റ് ഒന്നും കൂടി വളരെ പെട്ടെന്ന് നോക്കിയാലോ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് അയോധ്യയിലെ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ആദ്യ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ലാവോസ് ആണെന്ന് പറഞ്ഞു. എസ് ജയശങ്കറാണ് പുറത്തിറക്കിയത്. 2024 വനിതാ 2020 ക്രിക്കറ്റ് ജേതാക്കൾ ശ്രീലങ്കയാണ്. ഇന്ത്യയായിട്ട് മത്സരിച്ചു. ശ്രീലങ്കയാണ് വേദി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മിക്സഡ് ഇനത്തിൽ വെങ്കലം ലഭിച്ച ആർക്കാണ്? മനു ഭാക്കറിനും സരോബ്ജോത് സിംഗും അടങ്ങുന്ന ഒരു ടീമിനാണ് കിട്ടുന്നത്. നമ്മുടെ വാസിറെക്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്രിപ്റ്റോ കറൻസിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സർക്കാർ മേഖലയിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയാണ് ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കുന്നത്. അതുപോലെ തന്നെ 2006 പാസ്സാക്കിയ ശൈശവ വിവാഹ നിരോധന നിയമം. ഞാൻ പറഞ്ഞു ശൈശവം എന്ന് പറഞ്ഞ കുഞ്ഞാണ്. അപ്പൊ PV കുഞ്ഞികൃഷ്ണൻ കേരള ഹൈക്കോടതിയിൽ 2006 ശൈശവ വിവാഹ നിരോധന നിയമം പാസ്സാക്കുന്നത്. അത് എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ബാധകമാണെന്ന് പറഞ്ഞതാണ് കേരള ഹൈക്കോടതി. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാനായിട്ട് അയച്ചതാണ് എന്ത്? ആദിത്യ L1 അല്ലെ. 2023 സെപ്റ്റംബർ 2 ആദ്യത്തെ L1 ഇറക്കുന്നത്. L1 എന്ന് പറഞ്ഞാൽ എന്താണ്? ലഗ്രാഞ്ചെ പോയിന്റ് എന്നാണ്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രോജക്ട് ഡയറക്ടർ നിഗർ ഷാജി തമിഴ്നാട്. അതിന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? ഡോക്ടർ SR ബിജു ആണ്. 400 കോടി രൂപയാണ് ഇതിന്റെ പ്രോജക്ട് വാല്യൂ. അതുപോലെ തന്നെ എന്താണ്? S സോമനാഥാണ് നിലവിലത്തെ നമ്മുടെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. PSLV XLC 57 എന്ത് അയക്കുന്നത്? ഇതിന്റെ വാഹനം അല്ലെങ്കിൽ റോക്കറ്റ് എന്ന് പറയുന്നത് 1475 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ കാർബൺ ആയ നഗരം ഞാൻ പറഞ്ഞു സാഞ്ചി മധ്യപ്രദേശ്. മണാലി ലേ എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടണൽ ചോദിച്ചാൽ അത് ഷിൻകുല ടണലാണ്. ഷിൻകുല ടണൽ. ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ് ജൂലൈ 28. ജൂലൈ 28 അതിന്റെ തീം എന്താണ്? കണക്ടിങ് പീപ്പിൾസ് ആൻഡ് പ്ലാന്റ്സ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നാണ് അല്ലെ. ജനങ്ങളെയും ഭൂമിയും ബന്ധിപ്പിക്കുക, വന്യജീവി സംരക്ഷണത്തിൽ കൂടുതൽ ഡിജിറ്റൽ സാധ്യതകൾ കണ്ടെത്തുക. 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി ഞാൻ പറഞ്ഞു കൊച്ചിയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ കായികമേള തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന സ്കൂൾ കായികമേളയാണ് കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 2024 ജൂലൈയിൽ ജപ്പാന്റെ തലസ്ഥാനമായിട്ടുള്ള ടോക്കിയോയിൽ ഗാന്ധിജിയുടെ പ്രതിമയാണ് S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്. ജപ്പാനിലെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന എവിടെയാണ്? എഡോഗാവയിലാണ്. ഈ പറയുന്ന ഫ്രീഡം പ്ലാസയിലാണ് ഗാന്ധി പ്രതിമയുള്ളത്. തായ്വാനിലും ഫിലിപ്പീൻസിലും കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ഗേമി ചുഴലിക്കാറ്റെന്നാണ് അല്ലെ. ഗേമി ചുഴലിക്കാറ്റെന്നാണ്. അതുപോലെ തന്നെ 2024 ജൂലൈയിൽ പുതുച്ചേരിയിൽ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളിയാണ് കെ കൈലാഷ് നാഥ്.
2023 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. കവിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത കവിതകൾ കൽപ്പറ്റ നാരായണൻ, നോവൽ വിഭാഗത്തിൽ സിൻ ഹരിത സാവിത്രി, ചെറുകഥ വിഭാഗത്തിൽ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എൻ രാജൻ, ബാലസാഹിത്യ വിഭാഗത്തിൽ പെൺകുട്ടിയും കൂട്ടരും ഗ്രേസി. 2023 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം നേടിയത് ആരൊക്കെയാണ്? അത് MR രാഘവ വാര്യരും അതുപോലെ തന്നെ CL ജോസുമാണ് 2023 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം നേടിയത്. GI ടാഗ് പദവി ലഭിക്കുന്ന മുഷ്ക് ബഡ്ജി എന്ന് പറയുന്ന അരി എവിടെ നിന്നുള്ളതാണ്? ജമ്മു കാശ്മീരിൽ നിന്നാണ്. ഒളിമ്പിക് ഓർഡർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് ആര്? അത് അഭിനവ് ബിന്ദ്ര അല്ലെ. 2024 ജൂലൈയില് ഒളിമ്പിക് ഓർഡർ ലഭിക്കുന്ന, അല്ലെങ്കിൽ അത് ഒളിമ്പിക് അമ്മച്ചിയുടെ പരമോന്നത ആദരവാണ് എന്ത്? ഒളിമ്പിക് ഓർഡർ. അത് അഭിനവ് ബിന്ദ്രയ്ക്ക് 2008 ഷൂട്ടിങ്ങിലാണ് സ്വർണം കിട്ടുന്നത് അല്ലെ. അതുപോലെ തന്നെ അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് സൗദി അറേബ്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നഗര തുരങ്ക പ്രോജക്റ്റിന്റെ പേര് എന്താണ്? അത് എവിടെയാണത്? മുംബൈയിലാണ്. മുംബൈയിലെ താനേക്കും അതുപോലെ തന്നെ ബോറിവാലിക്കും ഇടയിലാണ് ഈ വരുന്ന നഗര തുരങ്ക പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ സ്ഥാപിതമായതിന്റെ 100ാമത് വാർഷികം 2024 ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര കായിക സംഘടനയുടെ പേരെന്താണ്? ഫിഡെ ആണ് അല്ലെ. ഫിഡെ എന്നാണ് കേട്ടോ, ഫിഡെ. അപ്പോൾ ഫിഡെ രൂപീകരിക്കുന്നത് 1924 ജൂലൈ 20 ഫ്രാൻസിലെ പാരീസിലാണ് ഫിഡെ സ്ഥാപിതമാകുന്നത്. അതുപോലെ തന്നെ 2024 ജൂലൈയിൽ ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിച്ച ആർക്കാണ്? സുധാമൂർത്തിക്കാണ് അല്ലെ. സുധാമൂർത്തിക്കാണ്. ഗ്രാമീണ വികസനം, സാഹിത്യം, സാമൂഹിക പ്രവർത്തനം എന്നിവയിലെ മികച്ച സേവനം പരിഗണിച്ചിട്ടാണ് എന്ത് കിട്ടുന്നത്? ഇതിന്റെ പുരസ്കാരം കിട്ടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റായിട്ട് തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഈ ചോദ്യം പ്രസക്തമാവുന്ന എന്തെന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് 2 തവണയായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു വ്യക്തി പ്രസിഡന്റ് ആവുകയാണ്. എന്തിന്റെ? യൂറോപ്യൻ കമ്മീഷന്റെ ആണ് കേട്ടോ. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റായിട്ട് തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര്? ഉർസുല വോൺ ഡെർ ലിയൻ കേട്ടോ. ഉർസുല വോൺ ഡെർ ലിയൻ. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്കൊരു ഹിന്റ് കിടപ്പുണ്ട്. ഉർസുല എന്ത് ചെയ്യുന്നുണ്ട്? വോൺ ചെയ്യുന്നുണ്ട് അല്ലെ. വിൻ വോൺ വോൺ നമുക്കറിയാം എന്താണ്? വിന്നിന്റെ ടെൻസ് ആണ് അല്ലെ. അപ്പൊ എന്താണത്? ഉർസുല വോൺ. അപ്പൊ ഉർസുല അവിടെ വിജയിച്ചു അല്ലെ. ആ ഒരു വോൺ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഉത്തരം എത്തിക്കണം കേട്ടോ. അപ്പൊ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആയിട്ട് തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുത്ത ആരാണ്? വോൺ ആണ് അല്ലെ. വിജയിച്ചു. ഉർസുല വിജയിച്ചു. ഉർസുല വോൺ ഡെർ ലിയൻ. ഉർസുല വോൺ ഡെർ ലിയൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പിന്റെ പേരെന്താണ്? എന്താണ്? ഗ്രോത്ത് ഇന്ത്യ എന്നാണ്. പഠിച്ചു വെച്ചേക്ക. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗ്രോത്ത് ഇന്ത്യ എന്നാണ് ആ ടെലസ്കോപ്പിന്റെ പേര് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പിന്റെ പേരാണ് എന്ത്? ഗ്രോത്ത് ഇന്ത്യ. ഗ്രോത്ത് ഇന്ത്യ. അടുത്ത ചോദ്യം, ഈ ടെലസ്കോപ്പ് ഒരു പോയിന്റ് ആണ്. ഈ ടെലസ്കോപ്പ് ഭൂമിക്ക് അരികേക്ക് വരുന്ന ഒരു ചിഹ്നഗ്രഹത്തെ അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഗ്രോത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈ പറയുന്ന റോബോട്ടിക് ടെലസ്കോപ്പ് എന്ത് ചെയ്തു എന്നാണ്? ഈ ടെലസ്കോപ്പ് എന്ത് ചെയ്തു? ഭൂമിക്ക് അരികിലേക്ക് വരുന്ന ഒരു ചിഹ്നഗ്രഹത്തിന് എന്ത് ചെയ്തു? കണ്ടെത്തിയിട്ടുണ്ട്. ലഡാക്കിലെ ഹാൻലെയിലെ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് ആയിട്ടുള്ള ഗ്രോത്ത് ഇന്ത്യ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? ലഡാക്കിലുള്ള ഹാൻലെയിലെ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. അപ്പൊ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എവിടെയാണ്? ലഡാക്കിലെ ഹാൻലെയിലാണ് അല്ലെ. ലഡാക്കിലെ ഹാൻലെയിലാണ് ഈ പറയുന്ന ഇന്ത്യൻ ഒബ്സർവേറ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഉള്ളത്. ഈ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിലാണ് നമ്മൾ ഈ പറഞ്ഞ ഗ്രോത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് ഉള്ളത്. എവിടെയാണ്? ലഡാക്കിലെ ഹാൻലെയിലാണ് കേട്ടോ. ലഡാക്കിലെ ഹാൻലെയിലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 2024 ജൂലൈയിൽ അഗ്നിവീറുകൾക്ക് പോലീസ്, ജയിൽ, ഫോറസ്റ്റ് ഗാർഡ് നിയമനങ്ങളിൽ സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് കേട്ടോ. അപ്പോൾ അഗ്നിവീർ നമുക്കറിയാം, നമ്മുടെ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് അഗ്നിവീർ അല്ലെ. അപ്പൊ ഈ പറയുന്ന അഗ്നിവീർ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് പോലീസിലും ജയിലില് ഫോറസ്റ്റ് ഗാർഡ് എന്നീ നിയമനങ്ങളിൽ സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാനാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 2024 ജൂലൈയില് ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ കോഴിക്കോട് ജില്ലയിലെ പ്രദേശമാണ് ഏത്? വിലങ്ങാട് കേട്ടോ. നമുക്ക് മറ്റേ വയനാട്ടിലെ കേസാണെങ്കിൽ നമുക്കറിയാം. കോഴിക്കോടിലെ കേസ് പലരും വിട്ടുപോയതായിരിക്കും. എന്താണ്? വിലങ്ങാട് എന്നാണ് കേട്ടോ. വിലങ്ങാട് എന്നാണ്. 2024 ജൂലൈയില് ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ കോഴിക്കോട് ജില്ലയിലെ പ്രദേശം ഏതാണ്? വിലങ്ങാട് എന്നാണ് കേട്ടോ. വിലങ്ങാട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര
മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം എന്നാണ് അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം ചോദിച്ചാൽ ജൂലൈ 30-നാണ് കേട്ടോ. അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം ചോദിച്ചാൽ അത് ജൂലൈ 30-നാണ്. 2024 ജൂലൈയിൽ അന്തരിച്ച ഐറിഷ് എഴുത്തുകാരിയുടെ പേരാണ് എന്ത്? എഡ്ന ഒ ബ്രെയിൻ. എന്താണ്? എഡ്ന ഒ ബ്രെയിൻ എന്നാണ് 2024 ജൂലൈയിൽ അന്തരിച്ച ഐറിഷ് എഴുത്തുകാരിയുടെ പേരെന്താണ്? എഡ്ന ഒ ബ്രെയിൻ എന്നാണ് കേട്ടോ. എഡ്ന ഒ ബ്രെയിൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ജസ്റ്റ് ഒന്നുകൂടി ചർച്ച ചെയ്താലോ? നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? യൂറോപ്യൻ മിഷന്റെ പ്രസിഡന്റ് ആയിട്ട് തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഉർസുല വോൺ ഡെർ ലിയൻ ആണ് അല്ലെ. ഉർസുല വോൺ ഡെർ ലിയൻ. അത് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു. വോൺ ആ ഒരു പേര് കിട്ടിയാൽ തന്നെ നമുക്ക് അവിടെ കിട്ടേണ്ടതാണ് അല്ലെ. ഉർസുല വോൺ ഡെർ ലിയൻ. അടുത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് ആണ് ഗ്രോത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് എവിടെയാണിത്? ലഡാക്കിലെ ഹാൻലെയിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിലാണ് ഗ്രോത്ത് ഇന്ത്യ എന്ന് പറയുന്നത് റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് ഉള്ളത്. പിന്നെ പറഞ്ഞു 2024 ജൂലൈയിൽ അഗ്നിവീറുകൾക്ക് പോലീസ്, ജയിൽ, ഫോറസ്റ്റിലൊക്കെ സംവരണം കൊണ്ടുവന്നത് രാജസ്ഥാനാണ്. 2024 ജൂലൈയിൽ ശക്തമായ ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോടിലെ പ്രദേശമാണ് വിലങ്ങാട്. അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ 30-നാണ്. അതുപോലെ തന്നെ ജൂലൈയിൽ അന്തരിച്ച ഐറിഷ് എഴുത്തുകാരിയുടെ പേരാണ് എഡ്ന ഒ ബ്രെയിൻ കേട്ടോ. എഡ്ന ഒ ബ്രെയിൻ. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായി എന്തിന്റെയാണ്? ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായ ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്തിന്റെയാണ്? ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായിട്ട് ഡോക്യുമെന്ററി രംഗത്തിലെ തന്നെ സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ ആർക്കൊക്കെയാണ്? നരേഷ് ബേഡി, അതുപോലെ തന്നെ രാജേഷ് ബേഡി. ഇവരെയാണ് ബേഡി ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നത്. ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടുന്നത് 2 ബ്രദേഴ്സിനാണ്. ആർക്കൊക്കെയാണത്? ഒന്ന് നരേഷ് ബേഡിയും മറ്റത് രാജേഷ് ബേഡി. പഠിക്കാൻ എളുപ്പമല്ലേ? നരേഷ് ബേഡി, രാജേഷ് ബേഡി. കാജാ ബേഡി അല്ല, നരേഷ് ബേഡി, രാജേഷ് ബേഡി. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അറിയപ്പെടുന്ന പേരെന്താണ്? ബേഡി ബ്രദേഴ്സ് എന്നാണ്. ബേഡി ബ്രദേഴ്സ് എന്നാണ്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും പോയിന്റുകൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം 1 മണിക്കൂറത്തെ ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 200ഓളം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി എന്ത് ചെയ്യുക? അവരോടൊക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പൊ എന്തായാലും മറ്റൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾ 1-2 തവണ എന്ത് ചെയ്യുക? കേൾക്കുക കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ നോർമൽ സ്പീഡിൽ കേൾക്കുക. രണ്ടാമത് കേൾക്കുമ്പോൾ നിങ്ങളത് 1x-ലോ 1.5x-ലോ 1.1x-ലോ ഒക്കെ ഇട്ട് കേട്ടാൽ മതി. കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1-2 തവണ കേട്ട് ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഏത് എക്സാമിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന പ്ലേലിസ്റ്റ് ഉപയോഗപ്പെടുത്താൻ പറ്റും. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.